ഹൈ ഫ്രണ്ട്സ്, അസ്സലാമു എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്നൊരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യട്ടെ. നമ്മൾ സാധാരണ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ടല്ലേ ഭക്ഷണം കഴിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന്. എസ്പെഷ്യലി നമ്മൾ ഒരു ഡിന്നറിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാർട്ടിക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ എങ്ങനെ ഭക്ഷണം കഴിക്കണം, അവിടെ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ ശബ്ദം ഉണ്ടാക്കരുത്. ഞാൻ എൻ്റെ മക്കളോട് പറയാറുണ്ട്, ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ശബ്ദം ഉണ്ടാക്കിയിട്ട് കഴിക്കരുത്. അതുപോലെ അടുത്തിരിക്കുന്ന ആൾക്കാർക്ക് ഒരു ബാഡ് ഫീലിംഗ് വരുന്ന രീതിയിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഭക്ഷണം കഴിക്കരുത്. ഇങ്ങനെയൊക്കെ നമ്മൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് എൻ്റെ മക്കൾക്ക്. അതേപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിൽ കുറച്ച് മുതിർന്ന ആളുകൾ, ഒരു 55-60 ആ ഒരു ഏജുള്ള ആളുകൾ, അവർ ഭക്ഷണം കഴിക്കുന്ന ചില രീതികൾ നമുക്ക് ഒരു പക്ഷേ ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ സാധാരണ അവരോട് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറില്ല. കാരണം നമ്മൾ പറയാം, അവർ ഏജ്ഡ് ആയ ആളുകളാണ്, അവരത് ശീലിച്ച് വന്നതാണ്, ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞാലൊന്നും അത് മാറ്റാൻ പോകുന്നില്ല, ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ നിൽക്കുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ഞാൻ ഈ അടുത്ത് എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. അതായത് എൻ്റെ അടുത്ത് ഒരു പാർട്ടിയാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന കുറച്ചൊരു മധ്യവയസ്കരായിട്ടുള്ള ഒരു ആളാണ്. സ്ത്രീയാണോ പുരുഷനാണോ എന്ന് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. അവർ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു വേ അത് എനിക്ക് കണ്ടപ്പോൾ വല്ലാത്തൊരു ഇറിറ്റേഷൻ തോന്നി. കാരണം അടുത്തിരിക്കുന്ന എനിക്ക് ഭക്ഷണം കഴിക്കാൻ സ്വല്പം ബുദ്ധിമുട്ടുള്ള പോലെ തോന്നി. അതായത് അവർ ഇങ്ങനെ എന്താ പറയുക, ഫുഡ് ഇങ്ങനെ ഇങ്ങനെ കുഴച്ചിട്ടാണ് കഴിക്കുന്നത്. ഇതിലേക്ക് വരുന്ന ആ ഒരു രീതിയിലാണ് കഴിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അവരിങ്ങനെ ശബ്ദം ഉണ്ടാക്കിയിട്ടാണ്, ഭയങ്കര ശബ്ദം ഉണ്ടാക്കിയിട്ടാണ് അവർ ഫുഡ് കഴിക്കുന്നത്. നമുക്ക് അടുത്തിരിക്കുന്ന ആൾക്ക് ഇവർ കഴിക്കുന്ന ആ ഒരു ശബ്ദം, ഭക്ഷണത്തിൻ്റെ ശബ്ദം, അത് നമുക്ക് വല്ലാത്തൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കും. അതായത് നമുക്ക് കഴിക്കാനുള്ള ഒരു മൂഡ് തന്നെ നമുക്ക് അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്തോ ഒരു ഡിഷ് കൊണ്ടുവന്നപ്പോൾ അവരോട് വേണോ ചോദിച്ചപ്പോൾ അവർ എനിക്ക് വേണ്ട, എന്തൊരു ഡിഷാണത്, എനിക്ക് ഇഷ്ടമല്ല സാധനം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കൂടി എന്താ പറയുക, ഇഷ്ടമില്ലാത്ത രീതിയിൽ നമ്മൾ കഴിക്കുന്ന ഒരു ഡിഷായിരിക്കും. പക്ഷേ അവരുടെ ആ ഒരു പറയലും അവരുടെ ആ ഒരു പോസ്റ്റേഴ്സും അതൊക്കെ കൂടി കാണുമ്പോൾ നമുക്ക് തന്നെ വല്ലാത്തൊരു ഇറിറ്റേഷൻ തോന്നും. നമുക്കും അറപ്പ് തോന്നുന്ന ഒരു രീതിയിൽ എനിക്ക് കണ്ടിട്ട് അറപ്പാവും, അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആക്ഷനൊക്കെ കാണിച്ചിട്ട് അവരത് വേണ്ടാന്ന് പറയാണ്. ഉടനെ അവർ എൻ്റെ അടുത്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞു. കാരണം എനിക്കും കൂടി അത് വേണ്ടാത്ത രീതിയിൽ ആയി പോവാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ മുതിർന്ന ആളുകളോട് കൂടി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, അങ്ങനെ ഭക്ഷണത്തിനെ നിന്ദിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്യരുത്. കാരണം നമുക്ക് വേണ്ടെങ്കിൽ അതെനിക്ക് വേണ്ട അത്രമാത്രം പറഞ്ഞാൽ മതി. എനിക്ക് വേണ്ട, എനിക്ക് ഇഷ്ടമില്ലാന്നോ അങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. എനിക്ക് വേണ്ട കേട്ടോ, എനിക്ക് വിളമ്പണ്ട. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വീട്ടിലാണെങ്കിലും നമ്മൾ അങ്ങനെ തന്നെ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ മതി. നമ്മുടെ കുട്ടികൾ കഴിക്കുന്ന ഫുഡായിരിക്കും പക്ഷേ. അപ്പോൾ നമ്മൾ കുട്ടികളെ കൂടി വേണ്ടാത്ത രീതിയിൽ, കുട്ടികളെ കൂടി കേൾക്കത്തക്ക രീതിയിൽ അങ്ങനെ ആക്ഷനൊക്കെ കാണിച്ച് ഒരു മാതിരി ഓക്കാനും അങ്ങനെ ഛർദ്ദിക്കുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് അത് പെട്ടെന്ന് അവർ ഒബ്സർവ് ചെയ്യും. അവർ മനസ്സിലാക്കും, ഇതെന്തോ വല്ലാത്ത ഫുഡാണ്, ഇത് കഴിക്കാൻ പാടില്ല. മാത്രമല്ല അവരും എന്തെങ്കിലും ഒരു സദസ്സിലോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള പാർട്ടികളിലൊക്കെ ചെന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ അവർക്ക് പറ്റാത്ത എന്തെങ്കിലും കാര്യം കാണുമ്പോൾ ഫുഡ് വേണമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് വേണ്ട, ആരാ അതൊക്കെ കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് ആക്ഷനും ഓക്കാനങ്ങളും ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ അത് അടുത്തിരിക്കുന്ന ആളുകൾക്ക് അത്ര രസിക്കണം എന്നില്ല. കാരണം എല്ലാം നമ്മളെ വീട്ടിൽ നമ്മുടെ കുട്ടികൾ ചെയ്യുമ്പോൾ നമ്മളൊരു പക്ഷേ അത് ചിരിച്ചു തള്ളാം, അല്ലെങ്കിൽ അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയൊക്കെ ചെയ്യും. പക്ഷേ അത് സദസ്സിലാവുമ്പോൾ അടുത്തിരിക്കുന്നവർക്ക് അത് നല്ല ബുദ്ധിമുട്ടുണ്ടാക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ശബ്ദം ഉണ്ടാക്കി കഴിക്കരുത്, മറ്റ് അടുത്തിരിക്കുന്ന ആൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന രീതിയിൽ ഭക്ഷണം കഴിക്കരുത്. വളരെ മാന്യമായിട്ട്, വളരെ മര്യാദയോടുകൂടി, വളരെ സൈലൻ്റ് ആയിട്ട്, വളരെ ആസ്വദിച്ച് വേണം ഭക്ഷണം കഴിക്കാൻ. അത് ഒരിക്കലും എന്ത് ചെയ്യരുത്, മറ്റുള്ളവർക്കൊരു ഉപദ്രവമാകുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരെ ദേഷ്യപ്പെടുത്തുന്ന രീതിയിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഭക്ഷണം കഴിച്ച് ശീലിക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.